ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷുട്ടൈം. അപ്പോൾ നമ്മൾ ഇന്നൊരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പടവലങ്ങയും ഉണക്കക്കൊഞ്ചും ചക്കക്കുരുവും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ പടവലങ്ങയും ചക്കക്കുരു ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി ഉണക്കക്കൊഞ്ച് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ തന്നെ വറുത്തെടുക്കണം. ഒരു ചുമപ്പ് കളറാകുന്നത് വരെ ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായിട്ടാണ് നമുക്ക് മാറ്റാം. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം നമുക്ക് കൊച്ചു ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് അങ്ങ് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ ഒന്ന് വാടി നല്ലതായിട്ടൊന്ന് കിട്ടിയാൽ മതി. അതുവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ കൊഞ്ച് ഒന്നുകൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ചക്കക്കുരുവും പടവലങ്ങയും ഉണക്കക്കൊഞ്ചും കൂടെ ആ ഒരു 3 കോമ്പിനേഷനും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇത് നല്ലൊരു തോരനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നടുവിൽ ഞാൻ കുറച്ച് സ്ഥലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചക്കക്കുരുവാണ്, അതുപോലെ പടവലങ്ങ ഒരു ചെറിയ കഷ്ണം നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വേവണം. ചക്കക്കുരുവിന് അത്യാവശ്യം വേവുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, പടവലങ്ങയിൽ നിന്നൊക്കെ വെള്ളം വരും, അതുകൊണ്ട് തന്നെ അത്രയും വെള്ളം കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. ഈ സമയം നമുക്ക് ഇതിനെ ഒന്ന് ചതയ്ക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത്, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക. നന്നായിട്ട് അരഞ്ഞു പോകരുത്. സാധാരണ തോരനെടുക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചക്കക്കുരുവൊക്കെ മുകളിലാക്കിയതിന് ശേഷം പടവലങ്ങയൊക്കെ അതിൻ്റെ അടിയിലേക്ക് ആക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും നടുവിൽ കുറച്ച് സ്ഥലം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് തല്ലി പൊത്തി ഒന്ന് അടച്ച് വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. നമ്മൾ ഉണക്കക്കൊഞ്ച് നേരത്തെ ഒന്ന് വറുത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഈ ചക്കക്കുരുവും പടവലങ്ങയ്ക്കുമാണ് വേവുള്ളത്, ചക്കക്കുരുവിനാണ് കൂടുതൽ വേവുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ എല്ലാം ഒന്ന് തല്ലി പൊത്തി വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. വീണ്ടും ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അരപ്പും ഈ നമ്മുടെ പടവലങ്ങയും കൊഞ്ചും ചക്കക്കുരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം ഒരാവിയും കൂടെ കൊള്ളാനായിട്ട് വീണ്ടും തല്ലിപ്പൊത്തിയിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അത്രയും മതിയാവും. ഇപ്പോഴും നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അരപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഈ ഉണക്കക്കൊഞ്ചൊക്കെ വെന്തതിൻ്റെ ഒരു മണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിക്കി ഇട്ട് കൊടുത്താൽ മതി. അതിലെന്തെങ്കിലും ഒരു ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ഇങ്ങനെ ചിക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.